താന്തോന്നി രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പുറം ലോകം എന്താണെന്ന് അറിയില്ല, ഇത് നോക്ക് മനസ്സിലാവും. പോക്കിൽ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചവൻ. അവന്റെ ദേഷ്യത്തിന്റെ കാരണം അപ്പോഴാണ് മനസ്സിലായത് രാജിക്ക്. മോനെ, അവളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നല്ലേ, ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. ഇത് തന്നെയാ നിങ്ങളുടെ കുഴപ്പം. മകളെ ന്യായീകരിക്കാൻ 100 നാവാണല്ലോ. ഇവൾക്ക് പിൻസീറ്റിൽ കയറി എന്താ കുഴപ്പം? മുൻസീറ്റിൽ ഞെളിഞ്ഞിരിക്കാൻ ഇവളെന്താ അവന്റെ വെപ്പാട്ടിയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മാസം തികച്ചില്ല ഇനി കല്യാണത്തിന്. എന്നെ പറ്റിച്ചെന്തെങ്കിലും വേല ഒപ്പിക്കാൻ അവിടെ പരിപാടിയെങ്കിൽ കൊന്ന് തള്ളു ഞാൻ പറഞ്ഞേക്കാം. അവൾ എന്നെ വേണ്ടെന്ന് പറയുന്ന അതേ വാശി തന്നെ എനിക്കും. ആ വാശി കൊണ്ട് തന്നെയാ അവളെ ഞാൻ വേണമെന്ന് പറയുന്നു. ആ നസ്രാണി ചെക്കന് കിടക്ക വിരിക്കാൻ പോയിട്ട് കിട്ടുന്ന കാശങ്ങനെ അവളെ ഒപ്പിച്ച് കൊണ്ടുവന്ന ഭദ്രന്റെ മുഖം ശരിക്കും അറിയേ നിങ്ങള്? അവളെ ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. താക്കീതോടെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അവൻ തിരിച്ചുപോയി. തളർന്ന് സെറ്റിയിലേക്ക് ഇരുന്നു പോയി രാജി. ഭദ്രന് ഭ്രാന്താണെന്ന് വരെ തോന്നിയവർക്ക് ഇനി ഷാനി വാത്തിൽ നിന്ന് പിന്മാറിയാൽ അവളെ കൊല്ലാനും മടിക്കില്ല അവനെന്ന് തോന്നിപ്പോയി അവരുടെ ഉള്ളിൽ. എടോ, എനിക്കൊരു ചായ കുടിക്കണം, താനിറങ്ങ്. തിരക്കുള്ള റോഡിൽ അത്യാവശ്യം വലിയ റെസ്റ്റോറന്റ് മുമ്പിൽ കാർ എത്തിക്കൊണ്ട് ഇഷാനിയുടെ മനസ്സ് നൽകാൻ വേണ്ടി സേവി പറഞ്ഞു. സോറി സാർ, സാറിന് ചായ കുടിക്കണമെങ്കിൽ സാർ പോയി ചായ കുടിച്ചിട്ട് വരണം, ഞാനിവിടെ ഇരുന്നോളാം. അതെങ്ങനെ ശരിയാവും? നമ്മൾ ഒന്നിച്ചോന്നവരല്ലേ, അതുകൊണ്ട് താനെന്റെ കൂടെ വരണം. സർ, എനിക്ക് ഈ സമയം ചായ കുടിച്ച ശീലമല്ല. പുതിയ ശീലങ്ങളും തുടങ്ങാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാറ് പോയിട്ട് വരണം, ഇല്ലെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് ഓഫീസിലേക്ക് പോയിക്കോളാം. സാറ് ചായയും പലഹാരം കഴിച്ച് സാവധാനത്തിൽ വന്നാൽ മതി. പറഞ്ഞുകൊണ്ട് കാറിന് ഡോർ വെക്കാനും ശ്രമം നടത്തി. വെറുതെ അത് പിടിച്ച് വലിച്ച് പൊട്ടിക്കണ്ട. ഞാൻ വിചാരിച്ചാലേ ഈ ശകടം തുറക്കാൻ പറ്റൂ. ആളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ. തന്റെ ധാരണകൾ തെറ്റിയോ? മുന്നിലിരിക്കുന്നവനൊരു പിശാച് തന്നെയാണോ എന്ന ഭയം അവളെ പൊതിഞ്ഞു. ആൻസിയെ പോലെ അല്ലേ ഷാനി ചന്ദ്രശേഖരൻ എന്നറിയായിരുന്നവൻ ആ നിമിഷം. തനിക്ക് വേണ്ടി വേണ്ട, എനിക്കൊരു കാലിച്ചായ കുടിക്കണം. ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു തലവേദന ഇന്നലെ ലേശം ഓവറായിരുന്നു. നിയന്ത്രിക്കാൻ ആരില്ലാത്തതിന്റെ കുഴപ്പാ. എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ കുടിച്ചിട്ട് വേഗം വരാം പറഞ്ഞുകൊണ്ട് കാറ് മുന്നിലേക്ക് എടുത്തവൻ ചെറിയൊരു ചായക്കടയുടെ അടുത്ത് നിർത്തി ഇറങ്ങി. ഇഷാനിക്ക് കാണാം അവൻ നടന്നു പോകുന്നു. കടക്കാരനോട് പറഞ്ഞ് ചായ വാങ്ങിക്കുന്നു. അവനത് ആസ്വദിച്ച് കുടിക്കുന്നതും കണ്ട് കാറിലിരുന്നവൾ അവിടെയുള്ള ആളോട് കുശലം പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. ലോട്ടറി വിൽക്കാൻ വന്ന കൈ കുറച്ച് സ്വാധീനക്കുറവുള്ള ആൾ അരികിലേക്ക് വിളിക്കുന്നു. അയാൾക്ക് ചായയും കഴിക്കാൻ വടയും വാങ്ങി നൽകുന്നു. അയാളുടെ കയ്യിൽ നിന്ന് 4-5 ലോട്ടറികൾ എടുക്കുകയും ചെയ്തവൻ പോക്കറ്റിൽ നിന്ന് പണം എടുത്തത് നോക്കാതെ തന്നെ അയാളുടെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ആ തോളിലും തട്ടുന്നതും കണ്ടു. ലോട്ടറി ടിക്കറ്റ് കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. അത് തുറന്നപ്പോൾ കുറെ ലോട്ടറികൾ താഴേക്ക് വീണു. താനൊരു കാര്യം ചെയ്യും, ലോട്ടറികളൊക്കെ എടുത്ത് ബാഗിലേക്ക് വെക്കുക. ഇങ്ങനെ വഴി കാണുന്നവരിൽ ലോട്ടറി എടുക്കുന്നതിന്റെ ഒരു വീക്ക്നെസ്സാണ്. അവർക്ക് ചെറിയൊരു സഹായം. കാരുണ്യ പ്രവൃത്തിയാണെന്നൊക്കെ വലിയ വായിൽ പ്രസംഗിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ. അതൊന്നും പാവങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ജോസൂട്ടി അടക്കതൊക്കെ എടുത്തു നോക്കുന്ന പതിവ്. എടുക്കാറുണ്ടെന്നല്ലാതെ ഒരു 100 രൂപ പോലും അടിച്ചിട്ടില്ല ഇതുവരെ. അതൊരു പരമാർത്ഥമായ മറ്റൊരു സത്യമാണ്. താനിതൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് നോക്ക്. കിട്ടിയാൽ താൻ എടുത്തോ. വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. തൻ്റെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഭദ്രനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. തൻ്റെ നാട്ടിലെ രാമനുണ്ണി ചേട്ടനാ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം. തന്നെ പറ്റിയും പറഞ്ഞു. എന്തായാലും അത് ഞാനിപ്പോൾ പറയുന്നില്ല. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തൻ്റെ വിവാഹം നടക്കാതിരിക്കാനുള്ള വഴി മാതാവ് കാണിച്ചു തരും. ആളവൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. തന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞുള്ള സംസാരം. എനിക്ക് ഈ ലോട്ടറിയിലൊന്നും വിശ്വാസമില്ല. ഇന്നുവരെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാൻ മുതിർന്നിട്ടുമില്ല. 50 രൂപയുണ്ടെങ്കിൽ 1 കിലോ അരി കിട്ടും. ചിരിച്ചുകൊണ്ട് അവളും പറഞ്ഞു. എന്തായാലും തനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. എല്ലാ റിസൾട്ടും ഒന്നായിരിക്കും. ഇന്ന് 3 മണിക്ക് ഇപ്പോഴത്തെ തന്നെ വരും. താനൊന്ന് പരീക്ഷ നോക്ക്. കിട്ടിയാൽ ഊട്ടിയാലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ. ഗൗരവം പോലെ തന്നെ നർമാവിന് ചേരുമെന്ന് തോന്നിയവൾക്ക്. സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. വൈകിട്ട് വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ നോക്കാം പറഞ്ഞുകൊണ്ട് ആ ടിക്കറ്റുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ചവൾ കാറ് ഓഫീസിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ കണ്ടു ബുള്ളറ്റിൽ ചാരി കത്തുന്ന മിഴികളോടെ ആ കാറ് നോക്കി നിൽക്കുന്നവനെ. ഈശ്വരാ, ചതിച്ചോ? അവളുടെ ശബ്ദം അല്പം ഉയർന്നുപോയി. വഴിയെ പോകുന്ന ഏണി വെച്ച് പിടിക്കുന്ന സ്വഭാവമാണല്ലോ ഇവന്. ഇടതയോട് മീശൊന്ന് പിരിച്ചുകൊണ്ട് പറഞ്ഞ സേവി. അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. കാർ അടുത്ത് വരുന്ന കണ്ടപ്പോൾ ഭദ്രൻ റോഡിലേക്ക് കയറി കൈ രണ്ടും വിരിച്ചു നിന്നു. കാറ് തടയുന്ന പോലെ. അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഗുണ്ടയെ പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നിൽപ്പ് ഒട്ടും പിടിച്ചില്ല സേവിക്ക്. സേവിയുടെ കാറ് തടുക്കാൻ മാത്രം വളർന്നോ ഇവൻ? അവന്റെ കാല് ആക്സിലേറ്ററിൽ അമർന്നു. കാറിന്റെ വേഗത കൂടിയതും തന്റെ അടുത്തേക്ക് നിയന്ത്രണം വിട്ടപ്പോഴുള്ള വരവും കൂടി കണ്ടതോടെ വേഗം ഇടതുവശത്തേക്ക് ചാടി ഭദ്രൻ. ധൈര്യശാലിയുടെ ധൈര്യം ചോർന്നു. സേവി അല്പം മാറി കാർ ബ്രേക്ക് എടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇഷാനിയാകെ പേടിച്ച മട്ട ഇപ്പാണ്. തനിക്കുള്ള വള്ളിയാണ് അവൻ കൊണ്ടുവരുന്നത് കേട്ടോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോക്കി സേവി. കാറിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഭദ്രനെ കണ്ടവൻ. നീ ആരെ കെട്ടിക്കാൻ പോയതാണ്? നീ ഇവന്റെ കൂടെ ഇറങ്ങിക്കോട്ട്. ഇഷാനി ഡോർ തുറക്കുമ്പോഴേക്കും പറഞ്ഞുകൊണ്ട് വന്ന ഭദ്രൻ ഡോറ് വലിച്ചു തുറന്ന് ഇടത് അവിടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിറക്കി
വലത് കൈകൊണ്ട് ഇഷാനിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. തനിക്കുള്ള അടിയാണ് അവൻ അവൾക്ക് കൊടുത്തെന്ന് മനസ്സിലായി സേവിക്ക്. അവന്റെ കൈ സ്റ്റിയറിംഗിൽ ബലമായി പിടിച്ചു, ദേഷ്യം തീർക്കുന്ന പോലെ. വീട്ടു പത്രയിട്ട ആളുകൾ നോക്കുന്നു. അതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ നോക്കുന്നുണ്ട്. ഇഷാനി പറഞ്ഞു. ആളുകൾ നോക്കുന്നതിന്റെ കുഴപ്പം ഈ നായിന്റെ മോന്റെ കൂടെ ചുറ്റിക്കറങ്ങുമ്പോ ആളുകൾ ശ്രദ്ധിക്കുന്ന കുഴപ്പമില്ലല്ലേ? അലറി പറയുന്നതിനൊപ്പം അവന്റെ കൈ അവളുടെ മുടിയിൽ പിടിമുറുക്കി. വേദന കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് പിടിച്ചവൾ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എങ്ങനെയാണ് 1 മാസത്തിനുള്ളിൽ കാശുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അർത്ഥം. ഇന്നത്തോളം നിർത്തിക്കൊന്ന ഇവന്റെ കൂടെയുള്ള ജോലി. കണ്ടവന്റെ കൂടെ ആണെന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോ 3 തട്ടിപ്പോവും. പിന്നെ നിന്നെ ഏറ്റെടുക്കാൻ ഞാനേ കാണൂ. ഭദ്രം പറയുന്ന കേട്ടപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പറയിൽ നിൽക്കുക എന്ന സേവിയുടെ സകല നിയന്ത്രണവും വിട്ടു. ഡോർ തുറന്ന് ചാടിയിറങ്ങി ഭദ്രന്റെ അടുത്തേക്ക് പാഞ്ഞു എന്നവൻ. ഇഷാനിയെ ആഞ്ഞു തള്ളി ഭദ്രൻ. റോഡിലേക്ക് വീണുപോയവൾ നെറ്റിയിടിച്ചുകൊണ്ട് അതിന്റെ മോനെ വിളിച്ച തെരിക്കൊപ്പം അവന്റെ വലതുകാലം ഉയർന്നു. ഓടി വരുന്ന ഭദ്രൻ ആ ചവിട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ അവിടെ നടന്ന മല്ലയുദ്ധം തന്നെയായിരുന്നു. ഭദ്രൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ ഭദ്രനെ വരുതിയിലാക്കി സേവി. ഭദ്രനെ കഴുത്തിൽ പിടിച്ചൊരു കൈ പിന്നിലേക്കാക്കി മുന്നിലേക്ക് കുനിച്ചു സേവി. വേണ്ട. വീഴ്ചയിൽ നെറ്റിപൊട്ടി ചോര ഒളിച്ചിറങ്ങിയത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ഇഷാനി അവരുടെ ഇടയിൽ കയറി. മുഖമായ ചോരൽ കുളിച്ച് നിൽക്കുന്നവളെ കണ്ട് സേവി ഭദ്രന്റെ കഴുത്തിൽ പിടിയച്ചു. ആ ഒറ്റ നിമിഷം കൊണ്ട് കുതിരി മാറി അരയിൽ തിരികെ കത്തിയെടുത്ത് വീശി ഭദ്രൻ. ഇഷാനിയെ തിരിഞ്ഞു നോക്കുന്ന സേവി അവന്റെ ആ നീക്കം പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇഷാനി അത് കണ്ടു. സേവിയെ തള്ളി മാറ്റി. മുന്നോട്ട് ആഞ്ഞുപോയ ഭദ്രനെ ഒറ്റ കുതിപ്പിന് തറപറ്റിച്ച സേവി. അവന്റെ കാല് കഴുത്തിലമർന്നു. കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി സേവി അവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു. നിന്റെ ആയുധം കൊണ്ട് തന്നെ ഒരു വരയിട്ട് തന്നാലുണ്ടല്ലോ, ഈ പിടയുന്ന ശ്വാസം അങ്ങ് നിലക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ഒരവസരം കൂടി നിനക്ക് ഞാൻ തരും. ഇനി നീ എന്റെ പാതയിൽ വന്നാൽ. കത്തി ഒന്നുകൂടെ തന്റെ കഴുത്തിൽ അമരുന്നു. ചോരയുടെ നനവീനിന്ന് അറിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ ഭയം തിങ്ങി. വേണ്ട, ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞവൻ. നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? ഈ മുടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചാൽ നല്ല വേദനയാ. പറഞ്ഞുകൊണ്ട് അവന്റെ നെറുകയിലെ മുടി ഒന്നാ കൂട്ടിപ്പിടിച്ച് തല പിന്നിലേക്ക് വളച്ച് സേവി. വേദന കൊണ്ട് പുളഞ്ഞവൻ. ഇനി നിന്റെ കൈ അവിടെ ദേഹത്തെങ്ങാനും വീണ ഈ പിടുത്തോണ്ടല്ലോ കഴുത്തിലേക്ക് മാറ്റി ഒരു ഒടിയങ്ങോട്ട് ഒടിക്കും. ആയുഷ്കാലം മുഴുവൻ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് 1, 2 ഒക്കെ ചെയ്യേണ്ടി വരും. നീ അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ അധികാരം കാണിക്കാൻ. ആദ്യം നിങ്ങളുടെ കെട്ട് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിച്ചാൽ മതി അവളെ എന്ത് ചെയ്യണമെന്ന്. എടാ പന്ന പോലെയാടി മോനെ. കത്തി അവന്റെ അടുത്ത് തന്നെ ഇട്ടിട്ട് അമർത്തി പിടിച്ചിരുന്ന കാല് മാറ്റി. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നിട്ടും ആടി ഉലഞ്ഞ് എഴുന്നേറ്റ് കത്തിയെടുത്ത് അരികിൽ തിരികെ കലിയോടെ സേവിയെ നോക്കിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നവൻ. എന്നിട്ട് വണ്ടി ഓടിച്ചു പോയി. നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, ഇവിടെ അടുത്ത് തന്നെയാ. സേവി ഇഷാനിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി, ദേഹം കുഴയുന്ന പോലെ. ചോര അപ്പോഴും വരുന്നുണ്ട്. സേവി മറ്റൊന്നും ആലോചിക്കാതെ ജുബയുടെ അടിഭാഗം കീറിയെടുത്ത് അവളുടെ തലയുടെ പിൻവശം പിടിച്ചിട്ട് മുഖത്തെ ചോര ഒടിച്ചു. അപ്പോഴാണ് മുറിവ് കണ്ടത്. കല്ലിൽ കുത്തിയതുപോലെ കുറച്ച് ആഴത്തിലൊരു പൊട്ടൽ. ചോര വരുന്നുണ്ട് അപ്പോഴും. താനിങ്ങ് വന്നേ, സ്റ്റിച്ച് ഇടേണ്ടി വരും ചിലപ്പോ. ആളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അപ്രാളത്തോടെ കാറിന്റെ അടുത്തേക്ക് നടന്നവൻ. ഡോറ് തുറന്ന് ആളെ കയറ്റിയിരുത്തി. കാറ് നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. കാഷ്വാലിറ്റിയിലെത്തി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ 2 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. തലയിടിച്ച് വീണുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ഛർദിയോ മറ്റോ ഉണ്ടായാൽ വേഗം വരാനും പറഞ്ഞു ഡോക്ടർ. ഇന്ന് ആരെ കണ്ടാണോ ഇറങ്ങിയത്? സേവി പറഞ്ഞുകൊണ്ട് ഇഷാനിയോടൊപ്പം നടന്നു. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ? ഞാനിനി വരുന്നില്ല സാറേ. വെറുതെ എന്തിനാ ഒന്നും അറിയാത്ത നിങ്ങളെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കുന്നത്? എൻ്റെ വിധി ഇങ്ങനെയാണ്. അയാളിൽ നിന്നൊരു മോചനയ്ക്ക് ഉണ്ടാവില്ല. ഇനിയും വയ്യ നാണക്കേട് ചുമക്കാൻ. അയാൾക്ക് വേണ്ട എൻ്റെ ശരീരം. എന്നെ സ്നേഹിക്കാനൊന്നുമില്ല, വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ എനിക്ക് അയാൾ ഇഷ്ടമല്ല. ഞാൻ എത്രത്തോളം വെറുപ്പ് കാണിക്കുന്നു അത്രമേൽ വാശിയായ അയാൾക്ക്. സേവി അവളെ നോക്കി. നിർവികാരതയോടെയുള്ള അവളുടെ സംസാരവും മുഖത്ത് നിറഞ്ഞേൽക്കുന്ന നിസ്സംഗഭാവവും അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. എന്താണ് ഇവളോട് ഇങ്ങനെ ഒരു വികാരം തോന്നിയെന്ന് മനസ്സിലായില്ല അവന്. ഇഷാനി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം. തന്നെ വീട്ടിൽ കൊണ്ടുവിടാം, വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. തനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട. നിങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ ഞാനാളല്ല. എങ്കിലും ഒന്നും പറയാം, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണ് ഞങ്ങളുടെ രീതി പറയുക. സ്വർഗത്തിലായാലും നരകത്തിലായാലും ജീവിക്കേണ്ടത് താനാ. തനിക്കവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വിട്ടുകളെ തന്നെ വേണം. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ. എന്തായാലും കുടുംബക്കാരാണല്ലോ. വിവാഹം കഴിഞ്ഞാൽ നന്നായാലോ? സേവി ഒന്ന് ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞ്. നന്നാവും, അതൊക്കെ പ്രതീക്ഷയല്ലേ. ഇനി എൻ്റെ ജീവിതം കൊണ്ട് ഒരു പരീക്ഷണത്തിന് വയ്യ. ഞാൻ വരുന്നില്ല ഇനി. എൻ്റെ ജീവിതം കൊണ്ട് അനിയത്തിക്ക് അമ്മയ്ക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ അങ്ങനെയാവട്ടെ. 15 ലക്ഷം എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല സാറേ. വെറുതെ ഇതിനെ എല്ലാവരെയും മനസ്സമാധാനം കളയുന്നു. ഇനി ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ സങ്കീർണതകളിലേക്ക് എടുത്തിയാടാൻ എനിക്ക് വയ്യ.
തലേ ദിവസം തനിക്ക് വന്ന ഫോൺ കോൾ ഉദ്ദേശിച്ചാണ് ഇഷാനി അത് പറഞ്ഞത്. മേരിയം ഉദ്ദേശിച്ച പോലെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ തന്റെ ജീവിതത്തോട് കൂട്ടിക്കെട്ടാനും തന്നെ കൊണ്ട് കഴിയില്ല. തന്റെ ജീവിതമാണ്, തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. താൻ 1 മാസമായാലും വന്നു തുടങ്ങിയിട്ട് സാലറി തന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാൻ അങ്കിളോട് ഞാൻ പറഞ്ഞേക്കാം. താൻ ഇനി തൊട്ട് വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ? ഒന്നുകൂടി ചോദിച്ച് സേവി. ഇല്ല സാറേ, വെറുതെ എൻ്റെ പേരും പറഞ്ഞ സാധനം കൂടി ചീത്തപ്പേര് വരുത്തണ്ട. വീറും വാശിയും കെട്ടടങ്ങിയ പോലെ തകർന്നു പോയിരുന്ന അവരുടെ മനസ്സും ശരീരവും. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരുണ്ട്. അടിപിടി കേസും പെണ്ണ് കേസും അല്ല. ആളുകൾക്ക് എന്നും പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമില്ല. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജോലിക്ക് വന്നേക്ക്. അതല്ല വിവാഹം കഴിഞ്ഞ് അയാളോടൊപ്പം പോയാൽ തന്റെ ബാധ്യതകളൊക്കെ അവസാനിക്കുമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല. സേവി നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് പറയുന്നത് അവൾക്ക് തോന്നി. ഒന്നുകൂടി മനസ്സിനെ പാകപ്പെടുത്താനുണ്ട്. എന്തായാലും ഇനി ഞാൻ ജോലിക്ക് വരുന്നില്ല. ഇഷാനി പറയുന്ന കേട്ട് സേവി കാറിന്റെ ഡോറൊന്ന് കയറിയിരുന്നു. ആളിരുന്നപ്പോൾ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലേക്കുള്ള യാത്രയിലൊന്നും മിണ്ടിയില്ല ഇഷാനി. ആളുടെ മുഖത്തേക്ക് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് സേവി. നിർവികാരതയോടുള്ള അവളുടെ ഇരിപ്പ് അവനിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത നിറച്ചു. വീട്ടിലേക്കുള്ള വഴിയെത്തിയപ്പോൾ ഇഷാനി വേഗം പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അതെന്താ, തന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. സേവി പറഞ്ഞപ്പോൾ ഇഷാനി ഒന്നും പറഞ്ഞില്ല. വണ്ടി അവിടെ വീണ്ടും റോഡിൽ ഒതുക്കി നിർത്തി ഇറങ്ങി സേവി. ഭദ്രനി എന്തൊക്കെ പുലിവാലുണ്ടാക്കിയെന്ന ആശങ്കയിലിരിക്കുകയായിരുന്നു രാജി. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അവർക്ക്. ഏടത്തി എന്തെങ്കിലും പറയുമോ എന്ന ഭയം കൊണ്ട് ഏട്ടനെയും വിളിച്ചു പറയാൻ തോന്നിയില്ലായിരുന്നു അവർക്ക്. പതിവില്ലാതെ മുൻവശത്തെ വാതിൽ തുറന്നെടുക്കുന്ന കണ്ടാണ് അമ്മയെന്ന് പൂമുഖത്തേക്കായിരുന്നതിന് മുമ്പ് വിളിച്ചത് ഇഷാനി. ആളുടെ വിളി കേട്ട് ഞെട്ടിയ പോലെയാണ് അമ്മ എഴുന്നേറ്റത്. പൂമുഖത്തേക്ക് വേഗത്തിൽ വന്നവർ. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? ആളുടെ നെറ്റിയിലെ മുറിവുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചവർ. ഒന്നുമില്ലമ്മേ, കാല് തെറ്റിയൊന്ന് വീണതാ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഇഷാനി ഇങ്ങനെ പറഞ്ഞ്. അത് ശരി, താൻ കള്ളവും പറയുമല്ലേ? എനിക്കാണെങ്കിൽ കള്ളം പറയുന്നവരെ കണ്ണിന് കണ്ടുകൂടാ. അമ്മേ, എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാം. ഒതുക്കുകൾ കയറി മുറ്റത്തേക്ക് നടന്നു കയറുന്നവനെ അപ്പോഴാണ് അമ്മ ശ്രദ്ധിക്കുന്നത്. ഭദ്രൻ കാണിച്ചു കൊടുത്ത അവന്റെ പടം അപ്പോഴാണ് ഓർമ്മയിൽ വന്നത്. എന്താ ഉണ്ടായത്? നിങ്ങൾ രണ്ടാളും എവിടേക്കാ പോയത്? അവനെന്നെ കാണിച്ചു തന്നിരുന്ന ഫോണിൽ നിങ്ങൾ ഒരുമിച്ച് പോകുന്നു. അതും പറഞ്ഞ് ദേഷ്യത്തിലാ അവനിവിടുന്ന് പോയത്. എന്താ ഉണ്ടായത്? അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. നമ്മൾ യാത്ര പോയതാരോ ഭദ്രന് തെളിവ് സഹിതം അറിയിച്ചിരിക്കുന്നു. അതാണ് അവൻ കാത്തുനിന്നത്. അപ്പൊ ആരോ ഇതിന് മുന്നിൽ കളിച്ചിട്ടുണ്ടല്ലോ. ഇഷാനിയെ നോക്കിക്കൊണ്ട് പൂമുഖത്തേക്ക് കയറി ചാരുക ശരീരേക്ക് ഇരുന്ന് സേവി. പകപ്പോടെ അവനെ നോക്കി ഇഷാനി. അമ്മേ, എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാം. രാവിലെ മുതലുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞ സേവി. ഭദ്രം പിടിച്ചെളിയതാണ് അവളുടെ നെറ്റിയുള്ള മുറിവെന്ന് ഉൾപ്പെടെ. അതുകൂടി കേട്ടപ്പോൾ സഹിച്ചില്ല അമ്മയ്ക്ക്. മോനെ, എന്റെ മോളെ രക്ഷിക്കണം ആ ഭ്രാന്തന്റെ കൈകളിൽ നിന്ന്. വേറെ ആരോടാ സഹായം ചോദിക്കേണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഈ വീടും സ്ഥലമൊക്കെ മോനെടുത്തു. എൻ്റെ മോളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. എൻ്റെ ഏട്ടൻ്റെ മകനൊക്കെ തന്നെയാ. വിവാഹം കഴിഞ്ഞാലും മോൾ ഓരോന്നും പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലും അവൻ. ഈ വീട്ടിൽ ചോദിക്കാനും പറയാനും ഒരാൺതിരി ഇല്ലാതായി പോയി മോനെ. എൻ്റെ മോളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയ അതോടെ തീരുവളുടെ ജീവിതം. പറയുന്നതിനൊപ്പം സേവിയുടെ കാൽക്കിലേക്ക് വീണുപോയ അമ്മ. സേവി ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. തന്റെ കാൽക്കൽ മുട്ടൂത്തി കിടക്കുന്നൊരമ്മ. അവന്റെ നെഞ്ചകം പൊള്ളിപ്പിടഞ്ഞു. അമ്മേ, എന്തൊക്കെ ഈ പറയുന്നമ്മ? ഇഷാനി അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. മോളെ, അമ്മയ്ക്ക് വേറെ വഴിയില്ല. നമുക്ക് ആരാ അത്രയധികം പണം ഒന്നിച്ച് തരാനുള്ളത്? സേവിയുടെ കാൽക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാകാതെ പറഞ്ഞു രാജി. അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ മോളുടെ കഴുത്തിൽ അവൻ താലിയിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സേവി. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന് കൊടുക്കാനുള്ള പണം ഞാൻ എത്തിച്ചിരിക്കും നാളെ തന്നെ. ഈ വീടിന്റെ ആധാരം അമ്മയുടെ കയ്യിൽ എത്തിയിരിക്കും. ഭദ്രമായി അമ്മ അത് സൂക്ഷിക്കണം. അമ്മയുടെ മോൾക്ക് യോജിക്കുന്ന ഒരാൾ വരും. രാജി നിറകണ്ണുകളോട് അവനെ നോക്കി തൊഴുതു. നാളെ ഞാൻ പണമായിട്ട് വരും. ഇഷാനി, അവന്റെ മുഖത്തേക്ക് താനത് എറിഞ്ഞു കൊടുക്കുന്ന എനിക്ക് കാണണം. തന്റെ അച്ഛൻ വാങ്ങിയ പൈസയുടെ കണക്ക് പറഞ്ഞ് പിന്നെ അവൻ തന്റെ പിന്നാലെ വന്നാ എന്റെ സ്വഭാവം അറിയും. സേവിയുടെ വാക്കുകളിലെ കടുപ്പവും മുഖത്തെ ദേഷ്യവും കണ്ട് ഒന്നും മിന്നാൻ കഴിയാത്ത വിധം നിന്നുപോയി ഇഷാനി. ആളുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം ഉടലെടുത്തു. പൈസ എന്ന് സഹായിക്കുന്നതിൽ ദുരുദ്ദേശം എന്തെങ്കിലും കാണുമോ? എല്ലാം വരുന്നിടത്ത് വെച്ച് കാണും. ഭദ്രനേക്കാൾ വിഷമില്ല ഇയാൾക്കെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അമ്മയുടെ വാക്ക് കേട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ലല്ലോ. ഇഷാനി ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നിടക്ക് സേവി ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു. മോളെ, നല്ലവനാ അയാള്. ഭദ്രനെ പോലെ കണ്ണീ ചോരയില്ലാത്തവനല്ല. നീ വാ, അമ്മ കഴിക്കാനെടുത്ത് വെക്കാം. പോയി വേഷമൊക്കെ മാറി വാ. കണ്ണുമുഖം അമൃത്തി തുടച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി. ഇഷാനി ആ തിണ്ണയിലേക്ക് ഇരുന്നു. ഭദ്രനിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത നിലയില്ലാ കാര്യത്തിൽ വീണു പോകുമ്പോൾ താനെന്ന ചിന്ത അവളെ ഭരിച്ചു. അമ്മയുടെ വിളി വീണ്ടും കേട്ടപ്പോൾ അവൾ അകത്തേക്ക് നടന്നു. ബാഗിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയ ബോക്സ് എടുത്ത് പുറത്തു വെച്ചു. വേഷം മാറി. 3 മണി കഴിഞ്ഞിരിക്കുന്നു. വിശപ്പും ദാവൊന്നും തോന്നിയില്ല അവൾക്ക്. അമ്മ വിളമ്പി വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി. മുറിവ് വേദനിക്കുന്നുണ്ട്. കുറച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റവൾ. അമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ. ഉറങ്ങിപ്പോയാൽ വിളിക്കേണ്ട കേട്ടോ. പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് പോയവൾ വാതിൽ ചാരിയിട്ട് കിടന്നു.
ഈ സമയം മേലുവേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നാട്ടുവൈദ്യന്റെ വീട്ടിലേക്ക് പോകാൻ ഉറപ്പിച്ചവൻ. ഞാൻ ആ കേശവന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. ശരീരമാസകളൊരു വേദന, തിരുമ്മി ഒഴിഞ്ഞാൽ ശരിയാവും. വണ്ടിയിൽ നിന്ന് വീണതിന് ഒഴിഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നവന്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നവൻ. വണ്ടിയിൽ നിന്ന് വീണതാണോ അതോ ആരുടെയും കയ്യിൽ നിന്ന് തല്ലിട്ടിയാണോ എന്ന് ആർക്കറിയാം. ഭർത്താവ് പറയുന്നിട്ടപ്പോൾ ദേഷ്യം വന്നു മായാദേവിക്ക്. ആ പോയത് എന്റെ മോനാ, കണ്ടന്മാരുടെ കയ്യും തല്ലുവാങ്ങി വരലല്ല അവന് പണി. വല്ലാതെ അഹങ്കരിക്കേണ്ട നീ. നിന്റെ മകന്റെ ഗുണം അറിയണമെങ്കിൽ ഇവിടെ നിന്ന് പഞ്ചായത്ത് കിണവരെ ഒന്ന് നടന്ന് അന്വേഷിച്ചാൽ മതി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ മോൻ എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ തറവാട്ട് വായ്മ കുറെ നല്ലതാണല്ലോ. ഒരുത്തി നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ അഴിഞ്ഞാട്ടത്തിന്. ജോലിക്ക് പോകേണ്ടത് പറഞ്ഞിട്ട് കേട്ടോ? ഇല്ലല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ചാടിത്തുള്ളി അകത്തേക്കുന്ന ഭാര്യയൊന്ന് നോക്കിയ അയാൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.